ട്രാഫിക് ബ്ലോക്കുകൾ എപ്പോഴും ജനങ്ങളുടെ സമയത്തെ ബാധിക്കുന്ന കാര്യമാണ്. 5 മിനിറ്റ് പോലും ബ്ലോക്കിൽ കുടുങ്ങിയാൽ മിക്കവരുടെയും ക്ഷമ നശിക്കും. എന്നാൽ 12 ദിവസം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? 2010 ചൈനീസ് ദേശീയപാത 110 ഈ ബ്ലോക്ക് ഉടലെടുത്തത്. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക്. ഹെബൈ, ഇന്നർ മംഗോളിയ എന്നീ മേഖലകൾക്കിടയിലായിരുന്നു ഈ വമ്പൻ ബ്ലോക്ക്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതിനുള്ളിൽ കുടുങ്ങി. 100 കിലോമീറ്ററോളം നീളത്തിലാണ് ബ്ലോക്കിലായി സ്തംഭിച്ച വാഹനങ്ങൾ കിടന്നിരുന്നത്. എന്നാൽ വ്യത്യസ്തമായ ഒന്നായിരുന്നു ഈ ബ്ലോക്കിനുണ്ടായ കാരണം. കുറച്ചു സമയത്തിനുള്ളിൽ ഒരുപാട് വാഹനങ്ങൾ റോഡിലേക്ക് കയറിയതാണ് ഇതിന് കാരണമായത്. ബെയ്ജിങ്ങിലേക്ക് കൺസ്ട്രക്ഷൻ സാമഗ്രികൾ കയറ്റി വന്ന ട്രക്കുകൾ കൂടി ആയതോടെ സ്ഥിതി രൂക്ഷമാക്കി. കടുത്ത ബ്ലോക്കിൽപ്പെട്ട വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാനാകാതെ കുഴങ്ങി. ആളുകൾ തങ്ങളുടെ വാഹനങ്ങളെ താൽക്കാലിക താമസയിടങ്ങളാക്കി. ആ മേഖലയിലെ ചില തദ്ദേശീയ കച്ചവടക്കാർ അവസരം ശരിക്കും ഉപയോഗിച്ചു. വിപണിയിലുള്ളതിന്റെ പല മടങ്ങ് വിലയിൽ ഇവർ യാത്രക്കാർക്ക് ഇൻസ്റ്റന്റ് നൂഡിൽസും കുപ്പിവെള്ളവും മറ്റു ഭക്ഷണപ്പൊതികളുമൊക്കെ വിൽക്കാൻ തുടങ്ങി. വിപണിയിൽ 1 യുവാൻ വിലയുള്ള കുപ്പിവെള്ളം ബ്ലോക്കിൽപ്പെട്ടവർക്ക് വിറ്റത് 15 യുവാനാണ് എന്നത് മികച്ച ഉദാഹരണം. 12 ദിവസങ്ങളായതോടെ അധികാരികളുടെ ഇടപെടലുകളും ഗതാഗത നിയന്ത്രണവും ശക്തമായി. ഒടുവിൽ ബ്ലോക്ക് മാറുകയും ചെയ്തു. ഇതുപോലെ തന്നെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലാണ്. 300 കിലോമീറ്ററാണ് ഈ ബ്ലോക്കിന്റെ ലെങ്ത്. 140 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള, അതും 2025 ഈ ലോക റെക്കോർഡിൽ ഇടം പിടിച്ച വേൾഡ് ലോങ്സ്റ്റ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത്.